ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാർക്കലിയും പിന്നെ ഭാസ്കരനും കൂടെ മാർഗഴിയെ ടാർഗറ്റ് ചെയ്യുക. അതിനുശേഷം മാർഗഴിയോട്, എടി നിന്നെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് നിൻ്റെ ഏട്ടനോട് പ്രതികാരം ചെയ്യണം. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോവും. നീ നോക്കിക്കോടി, നീ ചത്ത് നിൻ്റെ ശവം നിൻ്റെ ഏട്ടനെ കൊണ്ട് ഞാൻ തീറ്റിക്കും. വേണ്ട, എന്നെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു കരയടി കരയെ. ഇതുപോലെ എത്ര പ്രാവശ്യം ഞാൻ നിന്നരികിലേക്ക് വന്നു. നിന്നെ ഞാൻ സ്നേഹിച്ചു, എൻ്റെ സ്വന്തം മകളെ പോലെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ടും നീ എന്നോട് ചെയ്തതോ ശരിയായ കാര്യമാണോ? നീ എന്നോട് കാണിച്ചതൊന്നും ശരിയായ കാര്യമല്ല രഞ്ജു. നീ എന്നെ തള്ളിപ്പറഞ്ഞു, എന്നെ നീ അടിച്ചു, അതൊന്നും ഞാൻ മറക്കില്ല. എൻ്റെ ഈ നെഞ്ചത്ത് തീയായ താളി കത്തുന്നുണ്ട്, അതണയണമെങ്കിൽ നീ തീരണം എന്നും പറയുക. അപ്പോൾ ഭാസ്കരൻ അനാർക്കലി വെടി എന്നും അത് കേട്ടതും അനാർക്കലി അത് മേടിച്ച് വെടിവെച്ച് ശബ്ദം കേട്ടതും നമ്മുടെ ഗോവിന്ദ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് ഗോവിന്ദന് ശ്വാസം മുട്ടി. ഗോവിന്ദ് വെള്ളം എടുത്ത് കുടിച്ചു. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല ഗീതു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ കിടക്കുക. ഈ സമയം ഗീതു ആലോചിക്കുക, കണ്ണേട്ടൻ എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ടെൻഷൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയാണ്. രാധികയും വരുണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്നാലും എനിക്ക് ഇവരുടെ അവഗണന സഹിക്കാൻ പറ്റുന്നില്ല വരുൺ. അമ്മ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഇനിയും അവരെ വെറുതെ വിടരുത്. നമ്മൾ എല്ലാം കണ്ണും അടച്ചങ്ങ് കണ്ടില്ലാന്ന് നടിക്കണ്ട. ഗോവിന്ദേട്ടൻ നമ്മളോട് ചെയ്തതിനൊക്കെ നമ്മൾ തിരിച്ച് പ്രതികാരം ചെയ്യണം അമ്മേ. അതിനുവേണ്ടി അച്ഛൻ്റെയും അനാർക്കലിയുടെയും വാക്ക് കേട്ടേ പറ്റൂ. എടാ, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ അവരുടെ ചതി? നമ്മളറിയാതെ അനാർക്കലിയും മാർഗഴിയും കൂടെ നമ്മളെ ചതിച്ചു. ചേതൻ ഗ്രൂപ്പിനെ വിളിച്ച് കാശ് മുഴുവനും തട്ടിയെടുത്തിട്ട് അത് ഒറ്റയ്ക്ക് വിഴുങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനി അവരുടെ ഒരു ഡീലിനും ഞാനില്ല. അവരോടൊപ്പം ചേർന്ന് നമ്മളെ കടക്കാരാക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനോടൊപ്പം നിന്നതാ നിൻ്റെ അച്ഛനെന്ന് പറയുന്നവനും. ഇനി അയാളെ വിളിച്ചു പോകരുത് അമ്മേ. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്തത് അനാർക്കലിയാ. അങ്ങനെയുള്ളപ്പോൾ അച്ഛനെ എന്തിനാ കുറ്റം പറയുന്നത്? നിൻ്റെ അച്ഛനും വലിയ തെറ്റുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നിൻ്റെ അച്ഛൻ ചെയ്ത തെറ്റൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. അയാൾ പണ്ട് മുതലേ എന്നെ ചതിക്കും. എന്തെങ്കിലും ഒരു കാര്യം കാണാൻ എൻ്റെ കൂട്ടുപിടിക്കും. കാര്യം കണ്ടു കഴിയുമ്പോൾ അയാൾ കാശും തട്ടിയെടുത്ത് അങ്ങ് പോവുകയും ചെയ്യും. ഇതാ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം. അമ്മേ, എന്തൊക്കെയായാലും രഞ്ജു ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ വിളിച്ചു പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദേട്ടനെയും ആ വിജയലക്ഷ്മിയെയും ഗീതുവിനെയും കരയിപ്പിക്കാൻ രഞ്ജുവിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ശരി. എടാ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ് നമ്മളിവിടെ നിന്ന് പുറത്താക്കും. അത് വേണോ വരുൺ? എന്നാണെങ്കിലും നമ്മളെ ഇവിടെ നിന്ന് ഗോവിന്ദേട്ടൻ പുറത്താക്കും. അതുകൊണ്ട് ഇതുപോലെ ശത്രുപക്ഷം നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ശത്രുക്കളുടെ ശത്രു നമ്മുടെ മിത്രമാണ്. അതുകൊണ്ട് അമ്മ അച്ഛൻ്റെയും അനാർക്കലിയുടെയും ഒക്കെ കൂടെ നിന്നേ പറ്റൂ അമ്മേ. നമുക്ക് നാളെ ആരും ഉണ്ടാവില്ല. ഗോവിന്ദേട്ടനെ ഗീതുവിൻ്റെ വാക്കും കേട്ട് ഗീതുവിൻ്റെ പിന്നാലെ നടക്കും. നമുക്കാരുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗീതുവിനെ അങ്ങോട്ട് ഗോവിന്ദേട്ടനെ അങ്ങോട്ട് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട. പെണ്ണിൻ്റെ വാക്ക് കേട്ട് പെണ്ണിൻ്റെ പിന്നാലെ പോകുന്ന ആളാ ഗോവിന്ദേട്ടൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വരുണിങ്ങനെ നിൽക്കുക. എടാ, എന്നാലും ഗോവിന്ദനെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യണ്ടടാ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ എന്തായാലും അച്ഛൻ്റെയും അനാർക്കലിയുടെയും വാക്ക് കേൾക്കും. രഞ്ജു എവിടെ പോയാലും ഞാൻ അവരെ വിളിച്ചു പറയുകയും ചെയ്യും. അവളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതെന്തായാലും നടപ്പാക്കട്ടെ. ഈ വീട്ടിൽ നിന്നും ഒരു ശല്യം ഒഴിയുമല്ലോ എന്നും പറഞ്ഞ് വരുൺ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. രാത്രി കണ്ട സ്വപ്നം ഗോവിന്ദനെ ഇപ്പോഴും തലവേദന എടുപ്പിക്കുക. ഗോവിന്ദ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്ത് പറ്റി കണ്ണേട്ടാ? ആ കാര്യം ഒന്ന് ആലോചിച്ച് കണ്ണേട്ടൻ വിഷമിക്കേണ്ട. രഞ്ജുവിനൊന്നും സംഭവിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, രഞ്ജുവിന് പ്രൊട്ടക്ഷൻ കൊടുത്താലോ? ഇല്ലെങ്കിൽ രഞ്ജുവിന് ഭീഷണി ഉണ്ടെന്ന് നമുക്ക് രഞ്ജുവിനോട് പറഞ്ഞാലോ? ഏയ് വേണ്ട, അമ്മയോ രഞ്ജുവോ ഇതൊന്നും അറിയരുത്. അവരിതറിഞ്ഞാൽ അവരൊരുപാട് വേദനിക്കും, പേടിക്കും. അതുകൊണ്ട് വേണ്ട. അവരറിയാതെ തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ ഗീതു. അവരെ വിഷമിപ്പിക്കേണ്ട. അനാർക്കലിയും ഭാസ്കരനൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള പ്രതിഫലം ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. എന്തായാലും എൻ്റെ അനിയത്തിക്ക് ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അമ്മയെ കരയിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതാരാണെങ്കിലും ഞാൻ അവരെ തീർത്തിരിക്കും എന്നും ഗോവിന്ദ് പറയുക. ഇത് കേട്ടതും ഗീതു, ഈശ്വര, സ്വന്തം കൂടപ്പറപ്പാണെന്ന് വിശ്വസിച്ച ഗോവിന്ദേട്ടൻ രഞ്ജുവിന് ഇത്രയ്ക്ക് പ്രൊട്ടക്റ്റ് കൊടുക്കുന്നത്. അത് അനാർക്കലിയുടെ മകളാണെന്നറിഞ്ഞാൽ അവളുടെ കൈകൊണ്ട് തന്നെ ചാകുന്നതിൽ കണ്ണേട്ടൻ സന്തോഷിക്കത്തേ ഉള്ളൂ. എന്താ ഈശ്വര ചെയ്യുക?
ഞാനെങ്ങാനും അറിയാതെ രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് പറഞ്ഞു പോയാൽ തീർന്നു, അതോടുകൂടെയല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയാണ്. എപ്പോഴാണ് രഞ്ജു പുറത്തു പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം വിനോദിനോടും നമ്മുടെ പ്രിയയോടും സംസാരിച്ചുകൊണ്ടിരിക്കുക ഗീതു. വിനോദേ, നിന്നെ അത്ര പെട്ടെന്ന് ഞാൻ വിശ്വസിച്ച് നിൻ്റെ കൂടെ പ്രിയയെ വിടുന്ന പ്രശ്നമില്ല. കാരണം നീ ഇപ്പോഴും ആ രേഷ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. രേഷ്മയുമായിട്ടുള്ള നിൻ്റെ ബന്ധം അത് അവസാനിപ്പിച്ചാൽ മാത്രമേ ഞാൻ പ്രിയയെ വിടൂ. അത് കേട്ടതും നമ്മുടെ വിനോദ് ചേച്ചി, ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പം എനിക്ക് രേഷ്മയായിട്ട് ഒരു ബന്ധവും ഇല്ല. നിന്നെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണമെങ്കിലേ ഞാൻ നിൻ്റെ ചോരയല്ലാതിരിക്കണം. അയ്യോ ചേച്ചി, വിനോദിനെ വിശ്വസിക്കാൻ ചേച്ചി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ പറഞ്ഞ സത്യം ചേച്ചി. വിനോദേ, എൻ്റെ മുൻപിൽ വെച്ചാൽ രേഷ്മയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത്. ഇപ്പം രേഷ്മ അവനെ വിളിക്കാറ് പോലുമില്ല. ഇവനെ പഠിച്ച കള്ളനാ മോളെ. അതുകൊണ്ട് ചിലപ്പോൾ രേഷ്മയുടെ നമ്പർ വേറെ ഏതെങ്കിലും പേരിൽ ഇവൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിലോ. ഭർത്താവിനെ കുറച്ചെങ്കിലും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കുടുംബജീവിതമോ ചേച്ചി എന്നും പ്രിയ ചോദിക്കുക. മോളെ, നിനക്ക് വിശ്വസിക്കാം, പക്ഷെ ഇവൻ്റെ സ്വഭാവം മാറണമെങ്കിൽ ഇവൻ വിചാരിക്കണം ചേച്ചി. ഇനിയും ചേച്ചി പരിധി വിട്ട ചേച്ചിയുടെ ഉള്ളിലുള്ള ആ ആൾ വന്ന് വിനോദിനെ കൈകാര്യം ചെയ്താൽ ഇവൻ്റെ ആരോഗ്യനില മോശവും. എൻ്റെ ഉള്ളിൽ ഒരാളും ഇല്ല. ഇവൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് ഇവന് ഞാൻ കൊടുത്തത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും നിൻ്റെ തനിസ്വരൂപം പുറത്തെടുക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ മാർഗഴിയെ വിളിക്കേണ്ടി വരും. അത് കേട്ടതും നമ്മുടെ പ്രിയ, മാർഗഴിയോ? അതാരാ? അപ്പം ഗീതു, അയ്യോ പണിയായോ? മാർഗഴിയല്ല, മാരിയമ്മൻ. ശക്തിയുള്ള ദേവിയാ മാരിയമ്മൻ. ശക്തിയുള്ള ദേവി ആയതുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും കേൾക്കും. അത് കേട്ടതും എന്നാൽ പിന്നെ ആ ദേവിക്ക് ഒരു വഴിപാട് ഞാനും കഴിച്ചേക്കാം ചേച്ചി, വിനോദിൻ്റെ സ്വഭാവം മാറാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗീതുവും പ്രിയ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയാണ്. രേഖ വരുണിന് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്ക് കാഞ്ചന തുണി എടുത്തോണ്ട് വരാം. കാഞ്ചനെ, നീ ഇപ്പോഴാണോ തുണി വിരിക്കാൻ പോകുന്നത്? അതെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ തന്നെ വിരിക്കാൻ, എന്നിട്ട് ഇപ്പോഴാണ് എടുത്തോണ്ട് പോകുന്നേ? വര ഇപ്പോൾ ഒരു പണിയും നീ ചെയ്യുന്നില്ല കാഞ്ചനെ. നിനക്കേ ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറായിട്ടുണ്ട്. അയ്യോ രേഖപ്പാപ്പ, സത്യമ്മ നേരത്തെ ഞാൻ തുണി കായപ്പോടെ പോകുമ്പോൾ നല്ല മഴ, അതിനാലതാ പോടാമേരുന്നത്. നീ വെറുതെ കൂടുതൽ നിന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ പറയണ്ട. മഴ കൊള്ളാതിരിക്കാനാണ് മേളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. നിനക്കെന്താ കാഞ്ചനെ ബോധമില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു പണി പറഞ്ഞാൽ മര്യാദയ്ക്ക് ചെയ്യണം. തുണി വിരിച്ചു വന്നിട്ട് വീടെല്ലാം തുടച്ചിട്, എന്നിട്ട് പാത്രമൊക്കെ കഴുകുക. ഇതെല്ലാം പണിയിട്ടതാ എനിക്ക് റെസ്റ്റാ? ഇല്ല, അതെല്ലാം കഴിഞ്ഞിട്ട് പോയി പുല്ല് വെട്ട്. അത് കേട്ടതും ആണ്ടവാ, അപ്പോൾ എനിക്കിന്നേക്ക് റെസ്റ്റേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രഞ്ജു, അതേ ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം, മൊബൈൽ ഷോപ്പിലെ എൻ്റെ ഫോൺ റിപ്പയറായി. അത് കേട്ടതും വരുണിങ്ങനെ സന്തോഷത്തോടെ നോക്കുക. ഇവൾ പുറത്തു പോകാൻ പോകണമല്ലോ എന്നാലോചിച്ച്. ഈ സമയം എന്തിനാ രഞ്ജു പുറത്തു പോകുന്നത് എന്നും രേഖ ചോദിക്കുക. അത് മൊബൈൽ റിപ്പയറായി. ഞാൻ കണ്ടു ഇന്നലെ നീ ധ്യാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുന്നത്. എന്തായാലും രണ്ടുപേരോട് അഴിയിട്ട് മൊബൈൽ എറിഞ്ഞ് എന്തിനാ പൊട്ടിച്ചേ? അയ്യോ രഞ്ജു പാപ്പാ, നീങ്ക പെരിയ തപ്പ് പണിയാച്ച്. മൊബൈൽ പോടേണ്ടി ഇരുന്നത് തറയിലല്ല, ഉങ്ക പുരുഷനോട് തലയിലതാ. അപ്പതാ ഉങ്ക പഠിക്കും. സാരമില്ല, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും റെഡിയാക്കിയിട്ട് വരാം. കാഞ്ചനാക്ക എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. സത്യമായിട്ടും വാ കാഞ്ചനാക്ക, റെഡിയായിട്ട് വാ. രേഖപ്പാപ്പ കേട്ടല്ലോ, ഇനി ഈ ജോലിയെല്ലാം രേഖപ്പാപ്പ ചെയ്താൽ മതി. ഞാനേ ഗീതുപ്പാപ്പൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോവുക. ഡേറ്റിങ്ങോ? നീ എന്താ കാഞ്ചന ഈ പറയുന്നേ? അത് ഡേറ്റിംഗ് അല്ല, ഔട്ടിങ്. രണ്ടും ഒന്ന് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന റെഡിയാകാനായിട്ട് പോവുക. കണ്ടില്ല അവക്കടെ ഒരു സന്തോഷം, ജോലിയൊന്നും ചെയ്യേണ്ടെന്നതിനുള്ള സന്തോഷമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം വരുൺ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വരുൺ ആലോചിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ച ആ മുഹൂർത്തം എന്തായാലും കാഞ്ചനയും കൊണ്ട് അവൾ പോകുന്നത്. എടി രഞ്ജു, ഇന്നത്തോടെ നിൻ്റെ അവസാനം കാണുവടി എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ കൈ കഴുകുകയാണ്. ഈ സമയം താഴെ എത്തിയ നമ്മുടെ രഞ്ജു അയ്യപ്പനെയും ഷിബുവിനെയും കണ്ടിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഷിബു ആണെങ്കിൽ അയ്യപ്പേട്ടനോട് ചോദിക്കുക, അല്ല അയ്യപ്പേട്ട, ഗോവിന്ദ് സാർ അങ്ങനെ പറഞ്ഞു. അതേടാ, ഇന്നത്തെ എല്ലാ ജോലിയും നിൻ്റെ ജോലി മുഴുവൻ എനിക്ക് വിട്ടു തന്നിരിക്കുക. പക്ഷെ നിന്നെ വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ കാർ ഓടിച്ചാൽ നീ കൂടെ ഉണ്ടാവണം. കയറി എന്ന് പറയുമ്പോഴത്തേക്ക് രഞ്ജു, നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് അയ്യപ്പേട്ട. അതിനെന്താ മോളെ, മോക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറ, ഞങ്ങൾ കൊണ്ടുവിടാം. അത് മൊബൈലൊന്ന് പൊട്ടി, മൊബൈൽ ഷോപ്പിലേക്ക് പോകാനാ. കാഞ്ചനാക്കയും കൂടെ വരുന്നുണ്ട്.
മോളുടെ മൊബൈൽ റെഡിയാക്കാൻ ആ മന്ദബുദ്ധി കാഞ്ചനയെ വിളിച്ചിട്ട് എന്തിനാ മോളെ കാര്യം? ഞങ്ങളില്ലേ, ഞാനും ഉണ്ട്, ഷിബു ഉണ്ട്, മോള് കയറ്, ഞങ്ങളും ഉണ്ട്. അല്ല അയ്യപ്പണ്ണ, കാഞ്ചനയൊക്കെ വിളിക്കുന്നതിൽ വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഞാനേ മൊബൈൽ കടയിൽ മൊബൈൽ കൊടുത്തിട്ട് നേരെ ചെമ്പകശ്ശേരിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞാനേ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാഞ്ചനയൊക്കെ ഉണ്ടെങ്കിൽ ജോലി ഈസിയല്ലേ. അത് കാഞ്ചനയ്ക്ക് അറിയില്ല. ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ കാഞ്ചനയൊക്കെ വരില്ല. അതുകൊണ്ടാണ്. ഓ, ആ ഐഡിയ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുണിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയായി. എന്തായാലും അവളും കാഞ്ചനയും കൂടെ ചെമ്പകശ്ശേരി ഒന്നും ആലോചിച്ചുകൊണ്ട് വരണം ഇങ്ങനെ നിൽക്കുക. ഈ സമയം വരുൺ അങ്ങോട്ട് അകത്തേക്ക് പോയിട്ട് ഫോൺ എടുക്കുക. ഹലോ അച്ഛ. എന്തായി മക്കളെ, എന്തായി കാര്യങ്ങളൊക്കെ? അച്ഛൻ എന്നാലും ചെയ്യുന്നത് ശരിയല്ല. അച്ഛനെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയല്ലോ അച്ഛ. അതൊക്കെ വിടടാ, നീ ഇപ്പം എന്തിനാ വിളിച്ചെന്ന് പറ. അച്ഛാ, ആ രഞ്ജു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൾ നേരെ പോകുന്നത് ചെമ്പകശ്ശേരിയിലേക്കാണ്. അവിടെ പോയി കാഞ്ചനയും കൂട്ടി വീടൊക്കെ വൃത്തിയാക്കാനാണ് അവളുടെ ഉദ്ദേശം. വൈകുന്നേരം വരെ അവൾ അവിടെ ഉണ്ടാവും. പിന്നെ കാഞ്ചനയെ കൊല്ലാൻ ഒരാൾ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ കാഞ്ചനയെ തീർക്കാനല്ല, രഞ്ജുവിനെ തീർക്കാൻ ആൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കാഞ്ചനയെ അങ്ങ് തീർത്തേക്ക് എന്നൊക്കെ വരുൺ പറയുക. ശരി ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം അനാർക്കലി, കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ കണ്ടെത്തി. എന്തൊക്കെ സംഭവിച്ചാലും ആ രഞ്ജു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. കണ്ടില്ലേ, അവളിന്ന് ചെമ്പകശ്ശേരിയിലേക്ക് പോവുക. വൈകുന്നേരം വരെ ചെമ്പകശ്ശേരിയിൽ അവളുണ്ടാവും. അതുകൊണ്ട് ചെമ്പകശ്ശേരിയിൽ വെച്ച് വേണം അവളെ തീർക്കാൻ. അവളുടെ അമ്മയുടെ തറവാടായ ചെമ്പകശ്ശേരിയിൽ വെച്ച് മകൾ മരിക്കുന്നത് അവൾക്ക് നല്ല സങ്കടമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് കേട്ടതും നമ്മുടെ അനാർക്കലി ഇങ്ങനെ വെറിയോടുകൂടെ നിൽക്കുക. അവളെ കൊല്ലണം, രക്തം കുടിക്കാനുള്ള എൻ്റെ മനസ്സിലെ ആഗ്രഹവും ആവേശവും കൂടി വരുന്നു. അവളെ ഞാൻ കൊല്ലും. എത്ര നാളായി കാത്തിരിക്കുന്നു എന്നും അനാർക്കലി പറയുക. നിനക്കാരെങ്കിലും സഹായം വേണോ? ആ പീറ പെണ്ണിനെ കൊല്ലാൻ എനിക്കാരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി ഇങ്ങനെ ദേഷ്യം നിൽക്കുക. അപ്പോൾ അതെല്ലാം മാർഗഴി മുകളിൽ നിന്ന് കാണുക. എന്തായാലും അവളുടെ കൂടെ ആ കാഞ്ചനയുണ്ട്. പിന്നെ നീ രഞ്ജുവിനെ തീർക്കുമ്പോൾ കാഞ്ചനയെ ഒതുക്കാൻ നിൻ്റെ കൂടെ ഡ്രൈവറെ കൊണ്ടുപോയിക്കോ എന്നും പറയുക. അത് കേട്ടതും അനാർക്കലി, എടി രഞ്ജു, നീ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു, എന്നെ നാണം കെടുത്തി. അതിനൊക്കെയുള്ള തിരിച്ചടി ഇന്ന് ഞാൻ നിനക്ക് തരുവടി. എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തോടെ നിൻ്റെ അവസാനം ഞാൻ കാണും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ മാർഗഴി, രഞ്ജുവിനെ കൊല്ലാൻ പോവുക, അതും ചെമ്പകശ്ശേരിയിൽ വെച്ച്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗോവിന്ദേട്ടനെ വിളിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി ഫോണെടുത്ത് ഗോവിന്ദനെ വിളിക്കുക. പക്ഷേ ഗോവിന്ദ എടുക്കുന്നില്ല. അപ്പോൾ ഗീതുവിനെ വിളിക്കുക. ഗീതു എടുക്കുന്നില്ല. എൻ്റെ മാരിയമ്മ, ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ വിവരം എങ്ങനെ അവരെ അറിയിക്കും? ഈ വിവരം അവരെ അറിയിച്ചില്ലെങ്കിൽ എന്തായാലും പ്രശ്നമാവും. രഞ്ജുവിൻ്റെ ജീവൻ അപകടത്തിലാണ്. ഇനിയിപ്പോൾ ചെമ്പകശ്ശേരി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോവുക. ഈ സമയം ഗോവിന്ദും ഗീതു ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നിടത്തിരിക്കുക. അപ്പോൾ ഗോവിന്ദന് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാധിക പതുങ്ങി വരിക. കണ്ണാ എന്നും വിളിച്ചുകൊണ്ട്. അത് കണ്ടതും ഗോവിന്ദന് ദേഷ്യം കയറി. എനിക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ എഴുന്നേറ്റ് പോയി കൈ കഴുകുക. കണ്ണേട്ടാ, കുറച്ചെങ്കിലും കഴിക്കേ, ചിലവരെ കാണുമ്പോൾ ഭക്ഷണം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുക. കണ്ണ, എനിക്ക് നിന്നോടൊരു കാര്യം വേണ്ട. നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, മനസ്സിലായല്ലോ എന്നും ഗോവിന്ദ് പറയുക. ഈ സമയം നമ്മുടെ പ്രിയ വരിക. ഗീതു ചേച്ചി, ഞാൻ വിനോദിനോടൊപ്പം പോകേണ്ട കാര്യത്തിൽ ചേച്ചിയൊന്നും പറഞ്ഞില്ല. അത് കേട്ടതും നമ്മുടെ രാധിക, എൻ്റെ മോളുടെ കാര്യം ഇവളെന്തിനാ പറയുന്നേ? നീ വിനോദിനോടൊപ്പം പോകണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. വിനോദിനോടൊപ്പം കുറിച്ച മുഹൂർത്തത്തിൽ നീ പോണം മോളെ എന്നും രാധിക. അത് കേട്ടതും നമ്മുടെ പ്രിയ, ഞാൻ അമ്മയോടല്ലല്ലോ ചോദിച്ചേ, ഗീതു ചേച്ചി പറയട്ടെ. നിൻ്റെ അമ്മ അവളല്ല, ഞാനാ നിന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് ഞാനാണ് തീരുമാനിക്കേണ്ടത്. വിനോദിനോടൊപ്പം നീ പോകണം. കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ നീ അവനോടൊപ്പം പോകണം മോളെ എന്നും രാധിക. അത് കേട്ടതും ഈ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാധികാമ്മയല്ല, ഗീതുവാ. ഗീതുവിൻ്റെ തീരുമാനം അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അമ്മ നിൽക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്നും നമ്മുടെ ഗോവിന്ദ്. അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ കണ്ണാ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ നീ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലിറക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എനിക്കിവിടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലിറക്കിയാൽ ഞാൻ പോവാം. അത് കേട്ടതും അമ്മ ആരെയായി ഭീഷണിപ്പെടുത്തുന്നത്, ആരെയായി വെല്ലുവിളിക്കുന്നത്? നല്ല മനസ്സുള്ളതുകൊണ്ടാണ് ഗോവിന്ദേട്ടൻ അമ്മയുടെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കാത്തത്. പക്ഷേ അമ്മനെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുന്നൊരു കാലം വരും. അത് ഗോവിന്ദേട്ടനായിരിക്കില്ല, അമ്മയുടെ മകൻ വരുണേട്ടനായിരിക്കും.
അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അമ്മയുടെ മകൻ വരുൺ. പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ ഗീതു ചേച്ചി മതി. ഗീതു ചേച്ചി പറയുന്നതേ ഞാൻ അനുസരിക്കും. വിനോദിനോടൊപ്പം പോകണ്ടെന്ന് ഗീതു ചേച്ചി പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം ഗീതു ചേച്ചി എടുക്കുകയാണെങ്കിൽ ഞാൻ അതേ അനുസരിക്കൂ. മോളെ, നിന്നെ പ്രസവിച്ചത് ഞാനാ. നിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. പ്രസവിച്ചു എന്ന് കരുതി ഒരമ്മ അമ്മയാകില്ല. നിങ്ങളെന്നെ പ്രസവിച്ചിട്ടു. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നിങ്ങളെ ന്യായീകരിക്കേണ്ട. അമ്മയാകണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം നൽകാൻ കഴിയൂ എന്നും പറഞ്ഞ് പ്രിയ അവിടെ രാധികയെ ഇട്ട് അപമാനിക്കുക. അത് കേട്ടതും രാധിക ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു